Hi, welcome to Lash Class. B.A English Language and Linguisticsile ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ലാംഗ്വേജ്. Language is the composition of words, their pronunciation and methods of combining them used and understood by a community. നമുക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് ഒരു സമൂഹം ഉപയോഗിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വാക്കുകൾ, അതിൻ്റെ ഉച്ചാരണം, അത് ഉപയോഗിക്കുന്ന രീതി തുടങ്ങിയവയുടെ കമ്പോസിഷനാണ്. ലാംഗ്വേജ് യൂസസ് സിംബൽസ്, വേർഡ്സ് ആൻഡ് ജെസ്റ്റേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് മീനിങ് and is a fundamental aspect of human nature. ഭാഷ സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ജെസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ആംഗ്യ ഭാഷ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ രീതിയിൽ വാക്കുകളും സിംബലുകളും ജെസ്റ്ററുകളെല്ലാം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഹ്യൂമൻ നേച്ചറിൻ്റെ ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റാണ്. നമുക്കറിയാം, മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം മനുഷ്യർ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. It involves understanding how words are related and how they are used for communication. ഇനി ഇതിനകത്ത് വരുന്നത് വാക്കുകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അവ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്നതാണ്. The primary aim of language is communication. ഭാഷയുടെ പ്രധാന ഉദ്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ്. Which expands to more complex skills and structures. ആ ഒരു ഉപയോഗത്തിൽ നിന്നാണ് മറ്റു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറുകളിലേക്ക് അത് വരുന്നത്. ഇൻക്ലൂഡിങ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. സംസ്കാരം, സമൂഹം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് വരുന്നത് മനുഷ്യർക്ക് ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ആ രീതിയിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആ കമ്മ്യൂണിക്കേഷനിലൂടെ മറ്റു കോംപ്ലക്സ് ആയിട്ടുള്ള രീതികളിലേക്ക് അത് എത്തുകയും ചെയ്യും. ഡെഫിനേഷൻസ് ഓഫ് ലാംഗ്വേജ്. Various thinkers and linguists have proposed definitions of language. പല ചിന്തകരും അതുപോലെ ഭാഷാ പണ്ഡിതരും ലാംഗ്വേജിന് പല ഡെഫിനേഷൻസ് നൽകിയിട്ടുണ്ട്. ബ്ലൂംഫീൽഡ് emphasizes the form of language rather than meaning, focusing on the totality of utterances in a speech community. ബ്ലൂംഫീൽഡ് ഫോക്കസ് ചെയ്യുന്നത് ഭാഷയുടെ രൂപത്തിലാണ്, അതിൻ്റെ അർത്ഥത്തിലല്ല. ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ ഉച്ചാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ബ്ലൂംഫീൽഡ് ഫോക്കസ് ചെയ്യുന്നത്. അരിസ്റ്റോട്ടിൽ സീസ് ലാംഗ്വേജ് ആസ് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു എക്സ്പ്രസ് ഐഡിയാസ്, ഇമോഷൻസ്, തോട്ട്സ്, ഡിസയേഴ്സ് ആൻഡ് ഫീലിങ്സ്. അരിസ്റ്റോട്ടിൽ ഭാഷയെ കാണുന്നത് മനുഷ്യരുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്, നമ്മുടെ ആശയങ്ങൾ, ഇമോഷൻസ്, തോട്ട്സ് തുടങ്ങിയവയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Sapir defines language as a method of communicating ideas, emotions and desires through voluntarily produced sounds. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആശയം തന്നെയാണ് സാപ്പിർ പറയുന്നതും. ഭാഷ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇമോഷൻസ്, ഐഡിയാസ്, തോട്ട്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വോളണ്ടറിലി ഉണ്ടാക്കുന്ന, നമ്മൾ സ്വമേധയ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണെന്നാണ് ആ ഡെഫിനേഷനകത്ത് പറയുന്നത്. Saussure defines language as a system of signs constituted by the signifier and the signified. സോസർ പറയുന്നത് ലാംഗ്വേജ് എന്നത് സൈൻസ്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ് എന്നിവയുടെ ഒരു സിസ്റ്റമാണെന്നാണ്. സൈൻ എന്ന് പറയുന്നത് ആണ് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ തോട്ട്സ്, ഇമോഷൻസ് ആയിരിക്കാം. അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സൈൻ എന്ന് പറയുന്നത്. സിഗ്നിഫയർ എന്ന് പറയുന്നത് ആ കാര്യത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ആ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിനെയാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. എംഫസൈസിങ് ദി ആർബിട്രറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് മീനിങ്സ്. ഇതിൽ പറയുന്നത് വാക്കുകളും അതിൻ്റെ അർത്ഥവും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ബന്ധമില്ല. ഓരോ വാക്കുകൾക്കും ഓരോ സാഹചര്യത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണെന്നാണ് സോസർ പറഞ്ഞു വയ്ക്കുന്നത്. ചോംസ്കി ഹൈലൈറ്റ്സ് ദ ഇൻഹെറന്റ് capability ഓഫ് നേറ്റീവ് സ്പീക്കേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫോം ആൻഡ് ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് സെന്റൻസസ്.
ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, ഒരു സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സ്വമേധയാ ആ ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ മലയാളം സംസാരിക്കാൻ വേണ്ടിയിട്ട് മലയാളം ഗ്രാമറൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഇൻഹറൻ്റായിട്ട് സ്വമേധയാ അവർക്ക് ആ കഴിവ് ലഭിക്കുന്നുണ്ട്. അതാണ് ചോംസ്കി ഹൈലൈറ്റ് ചെയ്യുന്നത്. Encyclopedia Britannica defines language as a system of conventional symbols through which humans communicate. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് സിമ്പിൾസ് ആണ് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. തിയറീസ് ഓഫ് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഈസ് ഡിസ്പ്യൂട്ടഡ് എമംഗ് സ്കോളേഴ്സ്. ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു തിയറി നമുക്കില്ല. പല സ്കോളേഴ്സ് പല തിയറികളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ബൗവൗ തിയറി. ലാംഗ്വേജ് ബിഗാൻ ത്രൂ ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ് ലീഡിങ് ടു ഒനോമറ്റോപ്പിക് വേർഡ്സ്. ഇതിൽ പറയുന്നത് നാച്ചുറലുള്ള സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഭാഷ ഉണ്ടായതെന്നാണ്. അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നതാണ് ഈ ഒനോമറ്റോപ്പിക് വേർഡ്സ്. അതിൻ്റെ ഉദാഹരണം പറയുന്നത് ഒരു ജീവിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അതുണ്ടാക്കുന്ന ശബ്ദം കൊണ്ട് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ കാക്ക എന്നുള്ളൊരു ജീവിയുണ്ട്. ആ ജീവി ഉണ്ടാക്കുന്ന ശബ്ദം ഏറെക്കുറെ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരും അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ കുക്കു എന്ന് പറയും നമ്മൾ കുയിലുള്ളത്. ആ ജീവി ഉണ്ടാക്കുന്ന ശബ്ദം തന്നെയാണ് ആ ജീവിയുടെ പേരായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ ഈ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വാക്കുകൾ വരുന്നത് എന്നുള്ള തിയറിയാണ് ഈ ബൗവൗ തിയറിയിൽ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഭാഷ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വാക്കുകൾ മാത്രമേ അങ്ങനെയുള്ളൂ, കൂടുതൽ വാക്കുകൾ അങ്ങനെ അല്ലാത്തതാണ്. ഡിങ് ഡോങ് തിയറി. ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം വോക്കൽ നോയ്സസ് കറസ്പോണ്ടിങ് ടു ഒബ്ജക്ട്സ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നേരത്തെ പറഞ്ഞ തിയറിയുടെ സമാനമായിട്ടുള്ള തിയറി തന്നെയാണ്. നാച്ചുറൽ ഉണ്ടാവുന്ന ശബ്ദങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് വാക്കുകൾ, ഭാഷ രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു വസ്തു പൊട്ടിത്തെറിക്കുകയോ വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൂം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദത്തിനോട് സിമിലർ ആയിട്ടാണ് നമ്മൾ ആ വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തിയറിയിലും ഉള്ള വിഷയം എന്ന് പറയുന്നത് കുറച്ച് വാക്കുകൾ മാത്രമാണ് അത്തരത്തിൽ ശബ്ദവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള വാക്കുകളൊന്നും അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് ഭാഷയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പൂപ്പൂ തിയറി. സ്പീച്ച് ബിഗാൻ വിത്ത് ഇൻ്റർജെക്ഷൻസ് എക്സ്പ്രസിങ് ഇമോഷൻസ്. ഈ തിയറിയിൽ പറയുന്നത് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് വാക്കുകളും ഭാഷയും രൂപപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു അത്ഭുതം ഉണ്ടാകുന്ന സമയത്ത് വാവ് അല്ലെങ്കിൽ ഓ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഔ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് പിന്നീട് വാക്കുകളും ഭാഷയും രൂപപ്പെട്ടു എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ജെസ്ചർ തിയറി. ബോഡി മൂവ്മെൻറ്റ്സ് വെർ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിഫോർ സ്പോക്കൺ ആൻഡ് റിട്ടൺ സിമ്പിൾസ്. ഈ തിയറിയിൽ പറയുന്നത് സംസാര ഭാഷയും എഴുത്തുമെല്ലാം രൂപപ്പെടുന്നതിന് മുമ്പ് ആംഗ്യ ഭാഷയിലൂടെയാണ് മനുഷ്യരെ സംവദിച്ചിരുന്നത്. പിന്നീടാണ് മറ്റ് വാക്കുകൾ രൂപപ്പെട്ടു വരുന്നതെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. യെഹോഹോ തിയറി. ലാംഗ്വേജ് എവോൾവ്ഡ് ഫ്രം റിതമിക് ചാൻസ്, പോസിബിളി ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഗ്രൺസ്, ഗ്രോൺസ് ആൻഡ് സ്നോട്ട്സ് ഡ്യൂറിങ് ഹെവി ഫിസിക്കൽ വർക്ക്സ്. ഒരു താളത്തിലുള്ള ചാൻസ്, ഇങ്ങനെ ഉച്ചാരണങ്ങളിൽ നിന്നാണ് വാക്കുകൾ രൂപപ്പെട്ടെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കില്ല. നിങ്ങൾക്കറിയാം, ഈ മരം വെട്ടുന്നവർ അല്ലെങ്കിൽ ഈ വടംവലിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ ഇങ്ങനെ ഫിസിക്കലായിട്ട് ഹെവി വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരു താളത്തിലേക്ക് ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് വാക്കുകൾ രൂപപ്പെട്ടെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. സിങ് സോങ് തിയറി. ലാംഗ്വേജ് മേ ഹാവ് ഡെവലപ്ഡ് ഫ്രം പ്ലേ, ലോഫർ ആൻഡ് ഇമോഷണൽ സൗണ്ട്സ്. ഈ തിയറിയിൽ പറയുന്നത് വൈകാരികമായിട്ടുള്ള ശബ്ദങ്ങളിൽ നിന്നാണ് വാക്കുകൾ രൂപപ്പെട്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ ചിരിക്കുക, കരയുക, അങ്ങനെ ഓരോ ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, ആ രീതിയിലുള്ള ശബ്ദങ്ങളിൽ നിന്നാണ് വാക്കുകൾ രൂപപ്പെട്ടെന്നാണ് സിങ് സോങ് തിയറിയിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, എല്ലാ തിയറിയെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില വാക്കുകൾ നമ്മുടെ ഭാഷയിലുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങനെയാണ് ഭാഷ രൂപപ്പെട്ടത് എന്ന് കാണിക്കാൻ മാത്രം വാക്കുകൾ നമുക്ക് ഭാഷയിൽ കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട്
എങ്ങനെയാണ് ഭാഷ രൂപപ്പെട്ടു വന്നതെന്നുള്ളത് ഇപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ലാംഗ്വേജ് ഈസ് എ ഫണ്ടമെൻ്റൽ ഗിഫ്റ്റ് ഫോർ ഹ്യൂമൻസ്. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിനെയാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇനി മനുഷ്യരെ സംബന്ധിച്ചിട്ട് മനുഷ്യരുടെ ഏറ്റവും വലിയ ഗിഫ്റ്റുകളൊന്നാണ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത്. Animals also communicate, but their communication lacks certain features compared to human language. ആനിമൽസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്, പക്ഷെ അവരുടെ ഈ കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റത്തിന് മനുഷ്യരുടെ ഭാഷയിൽ നിന്ന് ഒരുപാട് കുറവുകളുണ്ട്. ഇനി ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ആനിമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഒന്നാമത് ഡുവാലിറ്റി ഓഫ് പാറ്ററിങ്. Human language combines sounds into words and sentences, allowing for a wide range of meanings. Animal sounds lack this complexity. മനുഷ്യരുടെ ലാംഗ്വേജ് നമുക്കറിയാം, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കും, അങ്ങനെ പല രീതിയിലുള്ള അർത്ഥങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആനിമൽ സൗണ്ട്സ് ഇങ്ങനെയല്ല, അവർക്ക് ഒരു സൗണ്ടിന് ഒരു അർത്ഥമാണുള്ളത്. ഉദാഹരണത്തിന് വിശക്കുന്ന സമയത്ത് അവരൊരു സൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു അപകടം വരുന്ന സമയത്ത് അത് അറിയിക്കാൻ വേണ്ടി ഒരു സൗണ്ട് ഉണ്ടാക്കും. ഒരു സൗണ്ടിന് ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന പോലെ അത് വാക്കുകളിലേക്കും സെൻറ്റൻസുകളിലേക്കും മാറ്റുന്ന ഒരു സംവിധാനം അവർക്കില്ല. ക്രിയേറ്റിവിറ്റി. ഹ്യൂമൻസ് ക്യാൻ ക്രിയേറ്റ് ന്യൂ എക്സ്പ്രഷൻസ് ആൻഡ് സെൻറ്റൻസസ് വൈൽ ആനിമൽസ് ഹാവ് എ ഫിക്സ്ഡ് സെറ്റ് ഓഫ് സിഗ്നൽസ്. മനുഷ്യർക്ക് പുതിയ വാക്കുകളും പുതിയ എക്സ്പ്രഷൻസും ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട്. ആനിമൽസ് പക്ഷേ അങ്ങനെയല്ല, ഒരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് സൗണ്ടാണ് അവർക്കുള്ളത്, അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആർബിട്രറിനെസ്. ഹ്യൂമൻ ലാംഗ്വേജ് സിംബോളിക് വിത്ത് നോ ഇൻഹറൻറ്റ് കണക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് മീനിങ്സ് വൈൽ ആനിമൽ സൗണ്ട്സ് ആർ നോട്ട് സിംബോളിക്. നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഓരോ സാഹചര്യങ്ങൾക്കും സിറ്റുവേഷനും അനുസരിച്ചിട്ട് വ്യത്യസ്ത അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. അങ്ങനെ സിംബോളിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. എന്നാൽ ആനിമൽ സൗണ്ട് അങ്ങനെയല്ല, ഒരു സൗണ്ടിന് അവർക്കൊരു അർത്ഥം തന്നെയാണ് ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ്. ഹ്യൂമൻ ലാംഗ്വേജ് ക്യാൻ റെഫർ ടു പാസ്റ്റ്, ഫ്യൂച്ചർ ആൻഡ് ഇമാജിനറി സിറ്റുവേഷൻസ് അൺലൈക്ക് ആനിമൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് കണ്ടക്സ്റ്റ് ബൗണ്ട്. ഇനി മനുഷ്യരുടെ ഭാഷയുടെ മറ്റൊരു സവിശേഷത കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആനിമൽസിന് അങ്ങനെയല്ല, ഇന്നലെ കഴിഞ്ഞുപോയ സംഭവത്തിനെ കുറിച്ചിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. ആ നിലവിലുള്ള സാഹചര്യത്തിൽ ഉള്ള കാര്യങ്ങളെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. കൾച്ചറൽ ട്രാൻസ്മിഷൻ. Humans can learn different languages and pass them down through generations, while animals have a biological fixed set of signals. ഇനി മനുഷ്യരുടെ ഭാഷയുടെ മറ്റു സവിശേഷത പറയുന്നത്, നമുക്ക് പല ഭാഷകൾ പഠിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, ഒരു ഭാഷ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നൊരു സംവിധാനമുണ്ട്. പക്ഷേ ആനിമൽസിൽ അങ്ങനെയല്ല, അവരിങ്ങനെ ഭാഷ പഠിപ്പിച്ചു കൊടുക്കുകയോ പഠിച്ചെടുക്കുകയോ അല്ല. അവർക്ക് ബയോളജിക്കലി കിട്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സിഗ്നൽസ്, സൗണ്ടുകളാണ്, അത് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ് ആർ ടു ഫണ്ടമെൻ്റൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ലാംഗ്വേജ്. നമുക്കറിയാം, ഭാഷയുടെ ഉപയോഗത്തിൽ പ്രധാനമായിട്ടുള്ള രണ്ട് രീതികളാണ്, ഒന്ന് സംസാരിക്കുന്നതും മറ്റൊന്ന് എഴുതുന്നതും. സ്പീച്ച് ഈസ് സ്പോണ്ടേനിയസ് വൈൽ റൈറ്റിംഗ് ഈസ് പ്ലാൻഡ് ആൻഡ് കോൺഷ്യസ്. സംസാരം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. എഴുത്ത് അങ്ങനെയല്ല, അത് പ്ലാൻ ചെയ്തിട്ട് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. സ്പീച്ച് ഈസ് പ്രൈമറി ആസ് ചിൽഡ്രൻ ലേൺ ടു സ്പീക്ക് ബിഫോർ ദേ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. ഇനി സ്പീച്ചാണ് ഇതിൽ ആദ്യം ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പ് സംസാരിക്കാനാണ് ആദ്യം പഠിക്കുന്നത്. റൈറ്റിംഗ് ഈസ് പെർമനൻറ്റ് അലോവിങ് ഫോർ കെയർഫുൾ ഓർഗനൈസേഷൻ ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. ഇനി റൈറ്റിംഗ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. നമ്മളൊരു കാര്യം എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പറയുന്ന സമയത്ത് മാത്രമേ നമുക്കത് കേൾക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ, ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം നമ്മൾ മറന്നുപോകും, കേട്ട ആൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും, അങ്ങനെ മാഞ്ഞു പോകുന്നതാണ്. പക്ഷേ റൈറ്റിംഗ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്പീച്ച് ക്യാൻ ബി ഫുൾ ഓഫ് റിപ്പീറ്റീഷൻസ്, ഇൻകംപ്ലീറ്റ് അട്ടറൻസസ് ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻസ്. ഇനി സംസാര ഭാഷയിൽ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതായത് നമുക്കറിയാം, വ്യാകരണം നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ ആവർത്തിക്കുകയും അതുപോലെ തന്നെ ചില സെൻറ്റൻസുകൾ കംപ്ലീറ്റ് അല്ലാതെ വരികയൊക്കെ ചെയ്യും. പക്ഷേ എഴുതുന്ന സമയത്ത് ആ രീതിയിലല്ല, അത് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറോട് കൂടിയിട്ടാണ് നമ്മൾ എഴുതുന്ന സമയത്ത് ഉപയോഗിക്കുക. അടുത്തത് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം. Linguistics is a scientific study of human speech and language.
മനുഷ്യരുടെ സംസാരത്തെയും ഭാഷയെയും കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ പഠനത്തിനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് സിസ്റ്റമാറ്റിക്കലി സ്റ്റഡീസ് ദ സ്ട്രക്ചർ, എവല്യൂഷൻ ആൻഡ് നേച്ചർ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന, അതിൻ്റെ എവല്യൂഷൻ, അതെങ്ങനെ രൂപപ്പെട്ടു വന്നു, അതുപോലെ അതിൻ്റെ നേച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് അതിൽ പഠിക്കുന്നത്. ലിംഗ്വിസ്റ്റിക്സ് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആൻഡ് സബ് ഫീൽഡ്സ്. ഇനി ഇതിന് പല ടോപ്പിക്കുകളും സബ് ഫീൽഡുകളും ഉണ്ട്, സച്ച് ആസ് ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റ് ആൻഡ് മോർ. ഈ പറഞ്ഞതാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന സബ് ഫീൽഡും ടോപ്പിക്സ് ഉള്ളത്. നമുക്കിനി ഇതിലെ ഓരോന്നും എന്താണ് പറയുന്നതെന്ന് നോക്കാം. ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ്. ലാംഗ്വേജ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഹൈറാർക്കിയൽ ലെവൽസ്: ഫോണീം, മോർഫീം, വേർഡ്, സെൻറ്റൻസ്, ടെക്സ്റ്റ് ഓർ ഡിസ്കോഴ്സ്. ഇനി ഭാഷയെ നമുക്ക് പല തട്ടുകളായിട്ട് തിരിക്കാൻ പറ്റും. ഏറ്റവും ആദ്യം വരുന്നത് ഫോണീമാണ്. ഒരു ശബ്ദം, ബേസിക് ആയിട്ടുള്ള ശബ്ദം. ഒരു ഉദാഹരണത്തിന് ക്ക് എന്ന് പറയുന്നൊരു ശബ്ദം, അതൊരു ഫോണീമാണ്. മോർഫീം എന്ന് പറയുന്നത് അതൊരു അക്ഷരമായിട്ട് മാറുമ്പോഴാണ്. ഇപ്പോൾ കാ, കീ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അക്ഷരമായിട്ട് മാറി, അതാണ് മോർഫീം. വേർഡ് നമുക്കറിയാം, ആ അക്ഷരം ഉപയോഗിച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കുന്നതാണ്. സെൻറ്റൻസ്, അതുപോലെ സെൻറ്റൻസുകൾ കൂട്ടിച്ചേർത്തിട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് ഉണ്ടാക്കുക. ഇങ്ങനെയാണ് ഭാഷയെ തട്ടുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഈച്ച് ലെവൽ ഓപ്പറേറ്റ്സ് വിത്ത് സ്പെസിഫിക് റൂൾസ് ഗവേണിംഗ് ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്സ്. ഇനി ഇതിൽ ഓരോ ലെവലിനും ഓരോ തട്ടിനും ഓരോ റൂളുണ്ട്. നമുക്കറിയാം, വാക്കുകൾ രൂപീകരിക്കുന്നതിലും സെൻറ്റൻസ് രൂപീകരിക്കുന്നതിലും ടെക്സ്റ്റ് രൂപീകരിക്കുന്നതിലും ഗ്രാമറിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള റൂളുകളുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റും ആ റൂളുകൾ അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി ഡീൽ വിത്ത് സ്പീച്ച് സൗണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിംഗ്വിസ്റ്റിക്സിന് പല ടോപ്പിക്സും സബ് ഫീൽഡുകളും ഉണ്ടെന്നുള്ളത്. അതിൽ ഒന്നായിട്ടാണ് വരുന്നത് ഫോണോളജി അല്ലെങ്കിൽ ഫോണറ്റിക്സ് എന്ന് പറയുന്നത് ശബ്ദങ്ങളെ കുറിച്ചിട്ട്, ഭാഷാ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. മോർഫോളജി ഈസ് ദ സ്റ്റഡി ഓഫ് വേർഡ് ഫോർമേഷൻ. വാക്കുകൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മോർഫോളജിയിൽ പഠിക്കുന്നത്. സിൻടാക്സ് ഫോക്കസസ് ഓൺ സെൻറ്റൻസ് ഫോർമേഷൻ ആൻഡ് വേർഡ് പൊസിഷനിങ്. സെൻറ്റൻസുകൾ ഉണ്ടാവുന്നതാണ് സിൻടാക്സിൽ പഠിക്കുന്നത്. അതുപോലെ വേർഡ് പൊസിഷനിങ്ങും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസിനകത്ത് ഓരോ വാക്ക് എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ അത്തരത്തിലുള്ള പഠനമാണ് സിൻടാക്സിൽ വരുന്നത്. സെമാൻറ്റിക്സ് എക്സാമിൻസ് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. ഇനി ഈ വാക്കുകളുടെയും സെൻറ്റൻസുകളുടെയും അർത്ഥത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് സെമാൻറ്റിക്സ് നടത്തുന്നത്. ഡിസ്കോഴ്സ് ലുക്സ് അറ്റ് ലാംഗ്വേജ് ഇൻ ലോങ്ങർ യൂണിറ്റ്സ് ബിയോണ്ട് സെൻറ്റൻസസ്. സെൻറ്റൻസിനേക്കാളും വലിയ യൂണിറ്റുകളായിട്ട് വരുന്ന ഭാഷയുടെ പ്രയോഗങ്ങളെയാണ് ഡിസ്കോഴ്സിനകത്ത് പഠനവിധേയമാക്കുന്നത്. ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ മെൻ്റൽ പ്രോസസ്സസ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ആൻഡ് ഹൗ വി ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്. നമ്മൾ ഭാഷ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു തുടങ്ങിയിട്ടുള്ള മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. എത്തനോ ലിംഗ്വിസ്റ്റിക്സ് എക്സ്പ്ലോർസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധമാണ് എത്തനോ ലിംഗ്വിസ്റ്റിക്സിൽ പഠനവിധേയമാക്കുന്നത്. ഇൻക്ലൂഡിംഗ് ദ സാപ്പിർ-വോർഫ് ഹൈപ്പോത്തിസിസ്. സാപ്പിർ-വോർഫ് ഹൈപ്പോത്തിസിസിൽ പറയുന്നത് രണ്ട് ഭാഷകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്ത് സിമിലർ ആവില്ല, അല്ലെങ്കിൽ എല്ലാ ഭാഷകളും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയ്ക്ക് കാരണം എല്ലാ കൾച്ചറുകളും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഈ ഒരു ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. ഇതനുസരിച്ചിട്ട് ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ലോകത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം കൾച്ചറിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഭാഷ എന്നുള്ള കാരണം കൊണ്ട് അത് നമ്മുടെ ലോകവീക്ഷണത്തെയും നമ്മുടെ ലോകത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹൈപ്പോത്തിസിസിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഹൗ സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് ജെൻഡർ, ക്ലാസ് ആൻഡ് റീജിയൻ ഇൻഫ്ലുവൻസ് ലാംഗ്വേജ് വേരിയേഷൻ. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൽ പറയുന്നത് ഈ ജെൻഡർ, ക്ലാസ്, അതായത് മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളത്, അതുപോലെ ഏത് റീജിയനിലാണ് ആളുകളുള്ളത് എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ലാംഗ്വേജ് വേരിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ പഠനവിധേയമാക്കുന്നത്. കോഡ് സ്വിച്ചിങ് ആൻഡ് കോഡ് മിക്സിംഗ് ഇൻവോൾവ് സ്വിച്ചിങ് ബിറ്റ്വീൻ ലാംഗ്വേജസ് ഓർ മിക്സിംഗ് ദം ഇൻ എ സിംഗിൾ കോൺവെർസേഷൻ. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പൂർണ്ണമായിട്ടും മലയാളത്തിലല്ല സംസാരിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കും. ആ രീതിയിൽ ഭാഷകൾ തമ്മിൽ സ്വിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മിക്സ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് കോഡ് സ്വിച്ചിങ്, കോഡ് മിക്സിങ് എന്ന് പറയുന്നത്.
Bilingualism and multilingualism refer to using 2 or more languages proficiently. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈലിംഗ്വലിസം അതുപോലെ മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റ് പ്രൊവൈഡ് റൂൾസ് ഓൺ ഹൗ ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ്. പ്രിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ പറയുന്നത് എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കേണ്ടത് എന്നുള്ള റൂൾസും കാര്യങ്ങളാണ്, ഗ്രാമർ പോലെ. While descriptive linguistics observe and describe how language is used. ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിനകത്ത് വരുന്നത് എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. അത് തിയറി പോലെയാണ് വരുന്നത്. അപ്രോച്ചസ് ടു ലിംഗ്വിസ്റ്റിക്സ്. ഇനി ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട പ്രധാന അപ്രോച്ചുകളാണ്. സിങ്ക്രോണിക് അപ്രോച്ച് സ്റ്റഡീസ് ലാംഗ്വേജ് ആസ് ഇറ്റ് എക്സിറ്റ്സ് ടുഡേ, ഫോക്കസിങ് ഓൺ ദ പാറ്റേൺ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. സിങ്ക്രോണിക് സ്റ്റഡിയിൽ നിലവിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് സിങ്ക്രോണിക്കിൽ വരുന്നത്. ഡയക്രോണിക് അപ്രോച്ച് എക്സാമിൻസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ചസ് ഓഫ് ലാംഗ്വേജസ് ഓവർ ടൈം. ഡയക്രോണിക്കിൽ വരുന്നത് ചരിത്രപരമായിട്ടുള്ളൊരു പഠനമാണ്. അത് പണ്ട് കാലം മുതൽ ഭാഷ എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ ഭാഷയ്ക്കകത്തുണ്ടായി, അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഡയക്രോണിക് അപ്രോച്ചിൽ വരുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ഈസ് ഡിസ്ക്രിപ്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള റൂൾസ് പറയുന്നതല്ല, അതിനെക്കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിനിങ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ്, നോട്ട് പ്രിസ്ക്രിപ്റ്റീവ് വിച്ച് പ്രിസ്ക്രൈബ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിനകത്ത് ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരികയല്ല, മറിച്ച് ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ലാംഗ് ആൻഡ് പരോള് ഫെർഡിനാൻഡ് ഡിസോസറുടെ തിയറിയാണ്. ലാംഗ് റെപ്രസെൻറ്റ്സ് എ സിസ്റ്റം ഓഫ് റൂൾസ് ഗവേണിംഗ് ലാംഗ്വേജ് സ്ട്രക്ചർ. ലാംഗ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. നമ്മളാണെങ്കിൽ ഗ്രാമർ എന്ന് പറയുന്ന സംവിധാനമാണ് ലാംഗ് എന്ന് പറയുന്നത്. പരോൾ റെഫേഴ്സ് ടു ദ ആക്ച്വൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ എവറിഡേ ലൈഫ്. പരോൾ എന്ന് പറയുന്നത് നമ്മൾ ഭാഷ ഉപയോഗിക്കപ്പെടുന്നതിനെയാണ് പരോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ എഴുതുകയും മറ്റും ചെയ്തിട്ട് ഭാഷ ഉപയോഗിക്കുന്നതാണ് അതിനകത്ത് വരുന്നത്. ലാംഗ്വേജ് ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് അൺഒബ്സർവബിൾ. ലാംഗ്വേജ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. അത് റൂൾസ്, ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്, അത് കൺസിസ്റ്റന്റ് ആണ്. പിന്നീട് വൈൽ പരോൾ ഈസ് ദ റിയൽ ലൈഫ് വേരിയഡ് യൂസേജ് ഓഫ് ലാംഗ്വേജ്. പരോൾ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് അല്ല. നമുക്കറിയാം ഓരോ സ്ലാങ്ങുകളും മറ്റൊക്കെ ഉണ്ട്. ഓരോ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ ഓരോ കൾച്ചറിലുള്ളവർ ഓരോ സിറ്റുവേഷനിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അതാണ് പരോളിനകത്ത് വരുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ സിസ്റ്റം ഓഫ് റൂൾസിനെയാണ് ലാംഗ്വേജിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ അവസാനം പറയുന്നത് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. Competence is the speaker's unconscious knowledge of grammar that allows them to understand and use a language. ഒരു ഭാഷ ഉപയോഗിക്കുന്ന ആൾക്ക് അൺകോൺഷ്യസ് ആയിട്ട് ബോധപൂർവം അല്ലാതെ അയാൾക്ക് അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് അയാളുടെ മാതൃഭാഷയാവുമ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. നമുക്കറിയാം, നമ്മൾ മലയാളം ഗ്രാമർ പഠിച്ചിട്ട് നോക്കിയിട്ടൊന്നല്ല നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും അങ്ങനെയല്ല. അങ്ങനെ ഒരു നേറ്റീവ് സ്പീക്കർക്ക് ആ ഭാഷയുടെ റൂൾസും മറ്റും അവരുടെ അൺകോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഈസ് ദി ആക്ച്വൽ യൂസ് ഓഫ് ലാംഗ്വേജ് സബ്ജക്ട് ടു എറേഴ്സ്, ഡിസ്ട്രാക്ഷൻസ് ആൻഡ് മെമ്മറി ലിമിറ്റേഷൻസ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ഭാഷയെ ഉപയോഗിക്കുന്നതാണ്. അത് പല കാര്യങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടാം. ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഷ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ആളുകളെ കണ്ടിട്ട് ചിലപ്പോൾ ടെൻഷനായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റിക്കോളണമെന്നില്ല. അതുപോലെ മറ്റ് ഡിസ്ട്രാക്ഷൻസ്, അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ചില വാക്കുകൾ ഓർമ്മ വരാത്ത കാരണം കൊണ്ട് ആ രീതിയിലൊക്കെ സ്വാധീനിക്കപ്പെടുന്നതാണ്. അങ്ങനെ ആക്ച്വലി ആ ഭാഷ ഉപയോഗിക്കുന്നതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ചോംസ്കി ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് സിമിലർ ടു സോസേഴ്സ് ലാംഗ് ആൻഡ് പരോള്. നോം ചോംസ്കിയാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫെർഡിനാൻഡ് ഡിസോസറുടെ ലാംഗ് പരോള് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു തിയറിയാണ് ഇത്. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഡീഷണൽ എക്സ്പ്ലനേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.